ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് ക്യാച്ചറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല യമ്മി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ്. കോളിഫ്ലവർ ഞാൻ ഇതുപോലെ അലയിലാക്കി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ പുഴുക്കളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നന്നായി ക്ലീൻ ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടികളെല്ലാം പാകമാണോ നോക്കാം. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. മൈദ അൺഹെൽത്തിയാണ്, പക്ഷേ ഒറിജിനൽ റെസിപ്പിയിൽ മൈദയും കോൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിന്നിവിടെ മൈദയും കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ കോൺഫ്ലവർ എന്തായാലും ചേർത്തിരിക്കണം, എന്നാലേ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. കുഴച്ച് വരുന്ന സമയത്ത് മാവിൻ്റെ അളവ് കുറവായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർക്കാം. അപ്പോൾ ഇത് കുഴച്ച് വരുന്ന സമയത്ത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടെ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാകമായി. ഇനി ഇത് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കാം. ഇത് ഒരിക്കലും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കരുത്. സോ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ഫ്ലവറായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് ഇതിൻ്റെ എണ്ണ കളഞ്ഞ് എടുത്ത് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അകത്താണെങ്കിൽ നന്നായി വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിനോ ഡിന്നറിനോ കഴിക്കാനാണ് പ്ലാനെങ്കിൽ ആദ്യം ഇത് വറുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം സോസിനകത്ത് മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് സോഫ്റ്റായി പോകും. അപ്പോൾ ഇത് വറുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം സോസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളും അതുപോലെ തന്നെ ഉള്ളി, പച്ചമുളക് അതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെ മഞ്ചൂരിയൻ ആക്കാമെന്ന് നോക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ കോളിഫ്ലവർ വറുത്ത സെയിം ഓയിൽ തന്നെയാണ്. ഇതിന് അത്യാവശ്യം എണ്ണ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം. വെളുത്തുള്ളി ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചോപ്പ് ചെയ്യണം, എന്നാലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആവുള്ളൂ. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളകും ഇതുപോലെ അരിയുക. തീ കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് പൊടിയെ അരിഞ്ഞ ഉള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിലേക്ക് ഇനി സോസുകളൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. അതേപോലെ നേരത്തെ നമ്മൾ കോളിഫ്ലവർ വറുക്കുന്ന സമയത്തും ഉപ്പ്
ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർക്കുക. ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയുപ്പ് ചേർക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് സോയ സോസ് ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം, ഓവറാകരുത്. ഇനി അതിലേക്ക് ഹോട്ട് ചില്ലി സോസ് ചേർക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഹോട്ട് ചില്ലി സോസാണ്. ഹോട്ട് ചില്ലി സോസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനതൊരു വേറൊരു റെസിപ്പി ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് ഇത്തിരി ടാങ്കി ടേസ്റ്റാണ് ഇഷ്ടം, ചിലർക്ക് കൂടുതൽ മധുരം വേണം. അപ്പോൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ചേർക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലവറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മേലെ വേണമെങ്കിൽ കുറച്ചുകൂടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇപ്പം ഇത്രയും മതി. ഇനി ഉപ്പിൻ്റെ കാര്യത്തിൽ ഡൗട്ടുള്ളവർ വേണമെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കോളിഫ്ലവർ ചേർക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കാം. അപ്പോൾ നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ ഇതിൽ ഫുഡ് കളറൊക്കെ ചേർക്കും. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഫുഡ് കളറും അജിനാമോട്ടൊക്കെയാണ് ടേസ്റ്റിന് വേണ്ടി ഹോട്ടലുകാർ ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ഒക്കെ ആയിരിക്കും കാണാൻ. പക്ഷേ നമ്മുടെ ഹെൽത്തിന് ഇതാണ് എപ്പോഴും നല്ലത്. അജിനാമോട്ടോയും കളറും ചേർക്കുന്നില്ലെങ്കിലും ഇത് നന്നായിട്ടുള്ള ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഓയിൽ റെസിപ്പിയാണ്. അത്യാവശ്യം ഓയിലുണ്ട്. ഇത് എപ്പോഴും ഫുഡിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതല്ല. വല്ല വിശേഷ ദിവസങ്ങളിലോ ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഒരു ചേഞ്ചിന് വേണ്ടിയോ വല്ലപ്പോഴും ഉണ്ടാക്കാമെന്നല്ലാണ്ട് ഇതൊരു സ്ഥിരമായി കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒറിജിനൽ റെസിപ്പിയിൽ ഇതിൽ ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ല, ഞാനതുകൊണ്ട് മല്ലിയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ടച്ചുമായി. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം.